വർത്തമാന കാലഘട്ടത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. RSSും അതിൻ്റെ പ്രത്യയശാസ്ത്രവും രാജ്യത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക, മതപരമായ മേഖലകളിലൊക്കെ സർവാധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഫാസിസം എപ്പോഴും അധികാരത്തിൽ വരുന്നതും അധികാരം നിലനിർത്തുന്നതും സാംസ്കാരിക രംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തിനെയും സമഗ്രമായി അവരുടെ അധീനതയിൽ കൊണ്ടുവരിക എന്നുള്ള നയങ്ങളിലൂടെയാണ്. സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അവരുടെ താല്പര്യമനുസരിച്ചുള്ള ചിന്തകളും ദർശനങ്ങളും പ്രചരിപ്പിക്കുകയും വിദ്യാലയങ്ങളിൽ അവരുടെ പ്രത്യയശാസ്ത്രത്തിന് അനുകൂലമായിട്ടുള്ള കരിക്കുലങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതിലൂടെയാണ് വളർന്നു വരുന്ന തലമുറയുടെ, കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ മസ്തിഷ്കത്തിനെ അവർ പ്രക്ഷാളനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 100 വർഷമായി RSS എന്ന് പറയുന്ന ഈ മനുഷ്യവിരുദ്ധ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിനെ ധ്വംസിക്കലാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ സാംസ്കാരികമായ പൈതൃകങ്ങളെ ദുർവ്യാഖ്യാനിക്കലാണ്. ചരിത്രബോധത്തിനെ തന്നെ ഇല്ലായ്മ ചെയ്യലാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ പല പദ്ധതികളും പല നടപടികളും എപ്പോഴും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിനെ ദുർവ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ പൈതൃകത്തിനെയും ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ സമര പാരമ്പര്യത്തിനെയും ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു ദിശയിലേക്കാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിലെ ഭരണകൂടം ഈ രാജ്യത്തിനെ നടത്തിക്കൊണ്ടുപോകുന്നത്. ലോകപ്രശസ്ത ചിന്തകനും എഴുത്തുകാരനും ഒക്കെ ആയിരുന്ന ജോർജ് ഓർവെലിൻ്റെ പ്രസിദ്ധമായിട്ടൊരു വചനമുണ്ട്. Those who control the present controls the past, and those who control the past controls the future. ഇന്നിപ്പോൾ RSS പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾ ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും അധികം കൂടുതൽ വക്രീകരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന 2 വിഷയങ്ങൾ, ശാസ്ത്രവും ചരിത്രവും. ആ ശാസ്ത്രവും ചരിത്രത്തിനെയും ഭൂതകാലഘട്ടത്തിൻ്റെ ചരിത്രത്തിനെ മുഴുവൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഭൂതകാലത്തിലൂടെ വർത്തമാന കാലഘട്ടത്തിനെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രീയ യുക്തിയെ പിന്നോട്ടടിക്കുന്നതിൽ ഭരണകൂടം വിജയിക്കുന്നതിനുള്ള തെളിവുകളാണ് ശാസ്ത്ര ചരിത്ര പഠന ഗവേഷണ കേന്ദ്രങ്ങളിൽ കാണുന്ന ഒരുതരം സാമൂഹികവും അക്കാദമികവുമായിട്ടുള്ള ഭയം. ഫാസിസം എപ്പോഴും നിലനിൽക്കുക ഭയത്തിനെ വ്യാപരിപ്പിച്ചുകൊണ്ടാണ്. ജനങ്ങളുടെ മനസ്സുകളിൽ ഭയത്തിനെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവർ അധികാരത്തിൽ നിലനിൽക്കുന്നത്. ഗവേഷണ ശാസ്ത്ര സ്ഥാപനങ്ങളെല്ലാം തന്നെ അവരുടെ യഥാർത്ഥ സ്വത്വബോധം തന്നെ നശിച്ച സ്ഥിതിയിലാണ് നിന്നത്. അങ്ങനെ പിന്നോട്ടടിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് തന്നെ. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം ലോകപ്രശസ്തമായ ഹാർവാർഡ് സർവകലാശാലയ്ക്ക് ഫണ്ട് വെട്ടിക്കുറച്ചിട്ടുള്ള സംഭവം ഇത്തരുണത്തിൽ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ ഇവർ ഇന്ത്യയിലെ ചരിത്രബോധത്തിലെ, ഇന്ത്യയിലെ അക്കാഡമിക് കേന്ദ്രങ്ങളെ, ഇന്ത്യയിലെ ശാസ്ത്രീയ മനോഭാവത്തിൻ്റെ പുരോഗമന ചിന്താഗതികളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നതും ശാസ്ത്രീയ വീക്ഷണത്തെക്കുറിച്ചും ചരിത്രബോധത്തിനെക്കുറിച്ചൊക്കെ ലോകത്തിൽ തന്നെ ഉടനീളം സഞ്ചരിച്ച് പ്രസംഗിച്ച, ധാരാളം എഴുതിയിട്ടുള്ള പണ്ഡിതനായ ജവഹർലാൽ നെഹ്റുവിനെ മറവിയുടെ കൂടാരത്തിലേക്ക് തള്ളിവിടുന്നതുമെല്ലാം നമ്മൾ കാണുന്നത്. മൗലാന ആസാദ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള ലോകപ്രശസ്ത ചിന്തകന്മാരെ, ലോകപ്രശസ്ത രാഷ്ട്രനായകന്മാരെയൊക്കെ വിസ്മൃതിയിലേക്ക് അവർ തള്ളിവിടുന്നു. ഇതെന്തിനാണ് ഈ സംഘപരിവാർ ഇത് ചെയ്യുന്നത്, RSS ഇത് ചെയ്യുന്നത്? അവരുടെ ചരിത്രധ്വംസനത്തിലൂടെ അവർ പറയുന്നത് ഇന്ത്യയുടെ ചരിത്രമെന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിൻ്റെ ചരിത്രം എന്നുള്ളതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 12ാം ക്ലാസ് വരെ, 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ചരിത്ര പുസ്തകങ്ങളിൽ ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ചരിത്ര പുസ്തകത്തിൽ നിന്ന് മുഗൾ ഭരണത്തിനെ അവർ ഒഴിവാക്കി. പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് ഗാന്ധിവധത്തിൽ നിന്ന് നഥുറാം ഗോഡ്സെയുടെ പങ്കും ഗുജറാത്ത് കലാപവും ഒഴിവാക്കപ്പെട്ടു. ഇതൊക്കെ ഈ രാജ്യത്ത് നടന്ന സംഭവങ്ങളാണ്. ലോക ചരിത്രത്തിൽ തന്നെ അറിയപ്പെടേണ്ട
ശീതസമര കാലഘട്ടത്തെക്കുറിച്ച്, സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രത്തെക്കുറിച്ചെല്ലാം അവർ പാഠപുസ്തകങ്ങളെന്ന് ഒഴിവാക്കി. എന്തിനേറെ പറയുന്നു, ശാസ്ത്ര മേഖലയിൽ അത്യുന്നതമായിട്ടുള്ള പരിണാമങ്ങൾക്ക് ലോകത്തിനെ നടത്തിക്കൊണ്ടുവന്ന അത്യുജ്വല കണ്ടുപിടുത്തമായ ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ആ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കരുത് എന്ന് മാത്രമല്ല, ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ആധുനിക ശാസ്ത്ര കാഴ്ചപ്പാടുകളെല്ലാം അവർ റദ്ദ് ചെയ്യുന്നു. മനുഷ്യരോട് അവരുടെ വിധിയിൽ ജീവിച്ചുകൊണ്ട് ജീവിക്കാൻ അവർ ആവശ്യപ്പെടുന്നു. ഇതൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. ആധുനിക ജനാധിപത്യത്തിൻ്റെ ഉറവിടം ഇന്ത്യയിലാണെന്നാണ് ഇപ്പോൾ അവർ പഠിപ്പിക്കുന്നത്. ലോക ചരിത്രത്തിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ധാരണയില്ലാതെ, ഒരു തരത്തിലുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാകാതെ, എല്ലാറ്റിൻ്റെയും ഉറവിടം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന, അവർ പറയുന്ന ഒരു സാധനമുണ്ട്, ഇന്ത്യൻ നോളജ് സിസ്റ്റം. എന്താണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം? അവർ പറയുന്നത് വേദകാലഘട്ടത്തിലെ ചിന്തകൾ, പഴയ കാലഘട്ടത്തിലെ എന്താ പറയുക, വരാഹമിഹിരനും ധന്വന്തരിയും ആര്യഭട്ടനും ഒക്കെ, അങ്ങനത്തെ ആൾക്കാർ ഒക്കെ പറഞ്ഞു കൊടുത്ത വേദമന്ത്രോച്ചാരണങ്ങൾ, അതിനുശേഷം വന്നിട്ടുള്ളത്, ഇതൊക്കെയാണ് ഇന്ത്യയുടെ പാരമ്പര്യവും പൈതൃകവും എന്ന് അവർ പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ തന്നെ ഭൗതികവാദം ഉണ്ടായിരുന്നു, മെറ്റീരിയലിസ്റ്റ് കാഴ്ചപ്പാടുകൾ ധാരാളം ഉണ്ടായിരുന്ന പ്രദേശമാണ് ഭാരതം. ഇവിടെ സാഖ്യയോഗം, ചാർവാക സിദ്ധാന്തം, ലോകായതമതമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. ബഹുസ്വരതയുടെ നാടാണ്, ബുദ്ധമതത്തിൻ്റെ നാടാണ്, ജൈനമതത്തിൻ്റെ നാടാണ്, ഉപനിഷത്തുകൾ ജനിച്ച നാടാണ്. ഇതൊക്കെ ബഹുസ്വരതയാണ് പറയുന്നത്, വൈവിധ്യങ്ങളാണ് പറയുന്നത്. എല്ലാ ജനവിഭാഗങ്ങളിലും മനുഷ്യന്മാരെ പോലെ സമത്വത്തോടുകൂടി, സമത്വബോധത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ സംവത്സരങ്ങളുടെ പഴക്കമുള്ള രാജ്യമാണ് ഇന്ത്യ. അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിൽ എല്ലാം ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ആധിപത്യത്തിലുള്ള ഇന്ത്യയാണ് യഥാർത്ഥ ഇന്ത്യ. ചാതുർവർണ്ണ സംസ്കാരമാണ് യഥാർത്ഥ സംസ്കാരമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രാകൃത തത്വശാസ്ത്രത്തിൻ്റെ പേരാണ് ഈ സംഘപരിവാർ പ്രത്യയശാസ്ത്രം. ഇതൊക്കെയാണ് അവർ NCERT പുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. ആ NCERT പുസ്തകങ്ങളിലൂടെ ഇവർ നിർദ്ദേശിക്കുന്ന കരിക്കുലം ഇന്ത്യയുടെ ചരിത്രത്തിനെയും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിനെയും ഒക്കെ വൈകൃതവൽക്കരിച്ചുകൊണ്ടാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള പാഠ്യപദ്ധതികൾക്കെതിരെ ഇന്ത്യയിലെ അതിപ്രശസ്തരായ ലോകപ്രശസ്ത ചരിത്രകാരന്മാർ റമീല താപ്പറും ബിപിൻ ചന്ദ്രയും സതീഷ് ചന്ദ്രയും ഒക്കെ ഒരുപാട് ലേഖനങ്ങളും അവർ പുസ്തകങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റമീല താപ്പറിൻ്റെയും ബിപിൻ ചന്ദ്രയുടെയും സതീഷ് ചന്ദ്രയുടെയും ഒക്കെ പുസ്തകങ്ങൾ റദ്ദാക്കുക എന്നുള്ള കർമ്മത്തിലേക്ക് പോലും ഈ RSS നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം എത്തിപ്പെട്ടു കഴിഞ്ഞു. അവർ പറയുന്നത് എന്താ? വർഗീയതയാണ് അടിസ്ഥാന പ്രത്യയശാസ്ത്രം. സമൂഹത്തെ പരിവർത്തനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആയുധമാണ് വർഗീയത എന്നും ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികൾക്ക് നന്നായിട്ട് അറിയാം. അതാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തങ്ങളുടെ എല്ലാ ശ്രമങ്ങളും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇന്ത്യയുടെ ചരിത്രം എഴുതപ്പെടേണ്ടത്. തങ്ങളുടെ താല്പര്യങ്ങൾ മാത്രമേ എഴുതപ്പെടാൻ പാടുള്ളൂ. ഇതിലൂടെ അവരെന്താ ചെയ്യുന്നത്? ഇന്ത്യയിൽ നിലനിന്ന ബഹുസ്വരതയുടെ, വൈവിധ്യങ്ങളുടെ, ഇന്ത്യയുടെ വിവിധ ദർശനങ്ങളുടെ ഏകോപനത്തിനെ ഇല്ലായ്മ ചെയ്യുക എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഉജ്ജ്വലമായിട്ടുള്ള പുരോഗമന വിശ്വാസങ്ങളെ മുഴുവൻ മാറ്റിയെടുത്തുകൊണ്ട് പ്രാകൃത ചിന്താഗതികളിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്നുള്ളതാണ്. ഈ NCERT സിലബസ് മുഖേന ആ കരിക്കുലം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഭയാനകമായിട്ടുള്ള ഒരന്തരീക്ഷമായിരിക്കും. 1977 ജനസംഘത്തിൻ്റെ പ്രാതിനിധ്യത്തോടുകൂടി ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് രൂപീകരിക്കപ്പെട്ടപ്പോഴാണ് 11ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലോകപ്രശസ്ത ചരിത്രകാരനായ RS ശർമ്മ തയ്യാറാക്കിയിട്ടുള്ള ആൻഷ്യന്റ് ഇന്ത്യ എന്നുള്ള പുസ്തകം അവർ റദ്ദ് ചെയ്തത്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് പിൻവലിക്കപ്പെട്ടു. പിന്നീട് പിൽക്കാലഘട്ടത്തിൽ നിരവധി പുസ്തകങ്ങളെ അവർ ബാൻ ചെയ്തു. പലതിനെയും അവർ വിദ്യാലയത്തിൻ്റെ കലാലയങ്ങളിൽ നിന്ന് അവർ പുറത്താക്കി. അവർ പറയുന്നത് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ ഇന്ത്യയുടെ ചരിത്രത്തിനെ മുഴുവൻ ദുർവ്യാഖ്യാനിച്ചു. അവർ പറഞ്ഞതൊന്നും യഥാർത്ഥ സത്യമല്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ ചരിത്ര പുരുഷന്മാരാക്കി കാണുക, വേദമന്ത്രോച്ചാരണങ്ങൾ ഓതുക, ശാസ്ത്രവിരുദ്ധ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുക എന്ന് പരസ്യമായി പറയുന്നൊരു പ്രത്യയ ശാസ്ത്രമാണ് RSS എന്ന് പറയുന്ന സംഘടനയുടേത്. അവർ നിർദ്ദേശിക്കുന്ന കരിക്കുലമാണ് NCERT-യിലൂടെ വരുന്നത്. NEP എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ സ്വീകരിച്ചാൽ ഉറപ്പാണ് NCERT സിലബസ് പഠിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ PM ശ്രീ എന്ന് പറയുന്ന
പദ്ധതിയിൽ നമ്മൾക്ക് തരാൻ SSK പദ്ധതിയിലൂടെ കിട്ടാനുണ്ടായിരുന്ന ഫണ്ടിനെ കിട്ടണമെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണമെന്ന് പറഞ്ഞപ്പോൾ ഒപ്പിടുവാനുള്ള സാഹചര്യം നമ്മൾ ഓർക്കുമ്പോൾ തന്നെ അത് എത്രമാത്രം ഇന്ത്യയിലെ മാനവികതയുടെ നയങ്ങൾക്കെതിരാണ്, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രത്യയ ശാസ്ത്രങ്ങളുടെ നയങ്ങൾക്കെതിരാണ് നമ്മൾ എപ്പോഴും സ്മരിക്കണം, ഓർക്കണം. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു പദ്ധതികൾ നമ്മൾ അതിനോട് എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ NCERT സിലബസ് വരും. ഇതിലേക്ക് പൊളിറ്റിക്കൽ അജണ്ട RSS സംഘടനകളും പ്രത്യയ ശാസ്ത്രങ്ങളും കടത്തിവിടും എന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല. അപ്പം അതാണ് ഇന്ത്യയുടെ സാമൂഹികമായിട്ടുള്ള, ഇന്ത്യയുടെ ഉജ്ജ്വലമായ സാംസ്കാരിക പൈതൃകത്തിനെ ഏറ്റവും അധികം വികൃതമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വലിയ ആപദ്ദിശയായിട്ട് നമ്മുടെ മുന്നിൽ കാണുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. ദേശസ്നേഹം പ്രചരിപ്പിക്കാനാണ് അവർ ഇന്ത്യയിലെ പുരാണങ്ങളെ കൂട്ടുപിടിക്കുന്നത്. പുരാണങ്ങളിലെ വൻകിട കഥാപാത്രങ്ങളായിട്ടുള്ള വലിയ വലിയ ശ്രീരാമൻ പോലും എന്ന് ചരിത്ര പുരുഷനായി. പക്ഷെ അവരാരെയൊക്കെ നിരാകരിക്കുന്നുണ്ട് പഴയ കാലഘട്ടത്തിൽ ചരിത്ര ധ്വംസനത്തിലൂടെ. ബുദ്ധനെ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. ബുദ്ധമത അനുയായിയായിരുന്ന അശോക ചക്രവർത്തിയെ അവർ അഹിംസാ സിദ്ധാന്തത്തിന്റെ പേരിൽ തള്ളിക്കളഞ്ഞു. വീരത്വമായിരുന്നു അശോകന്റെ മുഖമുദ്ര എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഉത്തരേന്ത്യൻ ചക്രവർത്തിമാർ അഹിംസാ സിദ്ധാന്തം പ്രചരിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ പല ആക്രമണത്തിനും കീഴടങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹിംസയിലെ പാതയാണ് ഇന്ത്യൻ പുരോഗമനത്തിന് അഭികാമ്യമെന്നാണ് അവർ പറയുന്നത്. അഹിംസയല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അശോകന്റെ കാലഘട്ടത്തിൽ ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച ചന്ദ്രഗുപ്ത മൗര്യന്റെ പിൻഗാമിയായിട്ട് വന്നിട്ടുള്ള സമുദ്രഗുപ്തൻ, കുത്തബ് മീനാർ സ്ഥാപിച്ചത് പോലും സമുദ്രഗുപ്തനാണെന്ന് അവർ പിന്നീട് കാലഘട്ടത്തിൽ പറഞ്ഞു, പിന്നീട് ചരിത്രത്തിനെ ധ്വംസിച്ചുകൊണ്ട്. അപ്പൊ അശോക സിദ്ധാന്തങ്ങളെ അവർ അവഗണിക്കുകയും പിന്നീട് സമുദ്രഗുപ്തനെ അവർ പട്ടം ചാർത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അശോകൻ അഹിംസാവാദം ഉന്നയിച്ചത് ഭീരുത്വം കൊണ്ടാണെന്ന് അവർ പഠിപ്പിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പിന്നീട് അവർ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരായ സമരമായിരുന്നു എന്നാണ് പറയുന്നത്. അതൊരു മതപരമായ യുദ്ധമാണെന്ന് പല സിലബസുകളിലും അവർ കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പാഠപുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളർന്നു വരുന്ന തലമുറയുടെ ചിന്താഗതി എന്ത് തന്നെയാകുമെന്ന് നമ്മൾ ഗഹനമായിട്ട് ചിന്തിക്കണം. ചരിത്രമെന്ന വിജ്ഞാന ശാഖയിൽ വിഷം കുത്തി വെക്കുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കടമ. CBSE സിലബസിൽ തന്നെ സോഷ്യൽ സയൻസ്, ഹിസ്റ്ററി, അങ്ങനെ പാഠപുസ്തകം മുഗൾ ചരിത്രം മാറ്റപ്പെട്ടു, ഗുജറാത്ത് കലാപം മാറ്റപ്പെട്ടു. ദളിത് സമരങ്ങളെക്കുറിച്ച് പറയുന്നില്ല, ദളിത് എഴുത്തുകാരെ കുറിച്ച് പറയുന്നില്ല, നവോത്ഥാന നായകന്മാരെ കുറിച്ച് പറയുന്നില്ല, ഇന്ത്യയിൽ പല മേഖലയിലും ഉണ്ടായ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നില്ല. ഇതൊക്കെ 6 മുതൽ 12ാം ക്ലാസ് വരെയുള്ള പല പാഠപുസ്തകങ്ങളും നീക്കം ചെയ്യപ്പെടുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഗുജറാത്ത് കലാപമില്ല, ഗാന്ധിയുടെ കൊലപാതകത്തിനെ കുറിച്ചുള്ള സംഭവങ്ങൾ മുഴുവൻ പാഠപുസ്തകങ്ങൾ അപ്രത്യക്ഷമായി. പക്ഷെ സവർക്കറെ മഹത്വവൽക്കരിക്കുന്നു. സവർക്കറാണ് വീരനായകൻ എന്ന് പറയുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പാദസേവ ചെയ്യാൻ തയ്യാറാണ് ഞാനെന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച, അവരോട് കിണഞ്ഞ മാപ്പപേക്ഷിച്ച സവർക്കറാണത്തെ ഇന്ത്യയുടെ വീരനായകൻ എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ത്യ പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം നമ്മൾ ആലോചിക്കണം. അപ്പം അങ്ങനെ ചരിത്ര മേഖലകളിൽ മുഴുവൻ ഇത്തരത്തിലുള്ള ധ്വംസനങ്ങൾ വരികയാണ്. മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും സുവർണ കാലഘട്ടമെന്ന് വിശേഷിക്കപ്പെടുന്ന ചരിത്രത്തിൽ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടം, മതേതരത്വത്തിൻ്റെ കാലഘട്ടം, അക്ബറുടെ രാജസദസ്സിലെ മഹാപണ്ഡിതന്മാർ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ, സംഗീതജ്ഞനായ ടാൻസിനും രാമായണം തർജ്ജമ ചെയ്ത അബ്ദുൽ നാസർ ഗസരിയും അല്ലെങ്കിൽ ഋഗ്വേദം തർജ്ജമ ചെയ്തിട്ടുള്ള അബ്ദുൽ ബഖാമിയും എല്ലാം അക്ബറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ്. ആ അക്ബറുടെ കാലഘട്ടത്തിൽ ദിന്നില്ലാഹി എന്നുള്ള മതം സ്ഥാപിച്ചു. അക്ബർ രാജസദസ്സിലേക്ക് വരിക സിന്ദൂരപ്പൊട്ടും ചന്ദനപ്പൊട്ടും തൊട്ടുകൊണ്ടാണ്. തൻ്റെ രാജ്യത്തിലെ എല്ലാ മതവിഭാഗങ്ങളുടെയും വിശ്വാസങ്ങളെ താൻ വാരിപ്പുണരുന്നു എന്ന് കാണിക്കാനാണ് അക്ബർ അത് ചെയ്തത്. അക്ബർനാമ എന്നുള്ള വലിയൊരു ഗ്രന്ഥം പണ്ഡിതന്മാരെ കൊണ്ട് എഴുതിപ്പിച്ചു ഇന്ത്യൻ ഭരണവ്യവസ്ഥയെക്കുറിച്ചും ഇന്ത്യൻ ബഹുസ്വരതയെക്കുറിച്ചുമെല്ലാം. അക്ബറുടെ പിൻഗാമിയായിട്ട് വന്നിട്ടുള്ള ഷാജഹാൻ താജ്മഹൽ മാത്രമല്ല പണി കഴിപ്പിച്ചത്. ഷാജഹാന്റെ മകൻ ദാരോ ഷിക്കോ ഉപനിഷത്തുകൾ തർജ്ജമ ചെയ്തു. 19ഓളം ഉപനിഷത്ത് അദ്ദേഹം തർജ്ജമ ചെയ്തു. ആ തർജ്ജമ ചെയ്യുന്ന സമയത്ത് ഓരോ പേജ് അദ്ദേഹം തർജ്ജമ ചെയ്യുമ്പോഴും പേജിന്റെ ഇടതുവശത്ത് ഹരിശ്രീ ഗണപതേ നമഃ എന്ന് എഴുതി.
പേജിൻ്റെ വലതു ഭാഗത്ത് ബിസ്മില്ലാഹി റഹീം എന്ന് എഴുതി വെച്ചു. ലോകപ്രശസ്തനായിട്ടുള്ള പണ്ഡിതനായ ദറാഷിക്കോ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊന്നും സംഘപരിവാർ പറയില്ല. അക്ബർ ചെയ്ത നല്ല കാര്യങ്ങൾ പറയില്ല, ഇതൊന്നും പറയില്ല. മുഗൾ രാജവംശം ഇന്ത്യയെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ത്യയെ നശിപ്പിച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമല്ലേ? ഇവിടെ നിന്നുള്ള സാമ്പത്തിക വിഭവങ്ങളും ഇന്ത്യയിലെ പ്രകൃതി വിഭവങ്ങളും മുഴുവൻ കവർന്നെടുത്ത് കൊള്ള ചെയ്ത് കൊണ്ടുപോയിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവരോട് മാപ്പ് അപേക്ഷിച്ചവരാണ് ഇവരുടെ മുൻഗാമികൾ. അപ്പം അങ്ങനെയുള്ള RSSന് വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. അവരുടെ ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും പഠിപ്പിക്കുക എന്നുള്ളതാണ് അവർ ഈ പാഠ്യപദ്ധതിയിലൂടെ ഇവരിവിടെ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2020 നിലവിൽ വന്നിട്ടുള്ള ഈ വിദ്യാഭ്യാസ നയം അത് സ്വാഭാവികമായിട്ടും അത് സ്വീകരിക്കപ്പെടുമ്പോൾ ഈ പൊളിറ്റിക്കൽ കരിക്കുലം സ്വീകരിക്കേണ്ടി വരും. അവർ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഈ സ്ഥാപനങ്ങൾ ക്രമേണ രാഷ്ട്രീയ അജണ്ട ആ വിദ്യാലയങ്ങളെ നടപ്പിലാക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു ബ്ലോക്കിൽ 2 സ്കൂളിലാണ് PM ശ്രീ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നതെങ്കിലും ക്രമേണ അതിൻ്റെ തോത് വർദ്ധിക്കും. ആ പൊളിറ്റിക്കൽ അജണ്ട ഈ മസ്തിഷ്കത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വർഗീയ അജണ്ടകൾ മുഴുവൻ RSS അവരുടെ പ്രവർത്തന പദത്തിൽ കഴിഞ്ഞ 19 കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുള്ള നിരവധി വിദ്യാലയങ്ങൾ ഇന്ത്യയിലുണ്ട്. ആ വിദ്യാലയങ്ങളിലൂടെ അവർ പറയുന്ന അതിന് വിദ്യാഭാരതി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ശിക്ഷാ സംസ്ഥാപൻ, വിദ്യാഭാരതി ശിക്ഷാ സംസ്ഥാപൻ. ഇന്ത്യയിൽ ഏറ്റവും അധികം ശാഖകളുള്ള ഒരു ബൃഹത്തായിട്ടുള്ള വിദ്യാലയ ശൃംഖലയാണത്. വർഗീയ ചരിത്രമാണ് അവരതിൽ പ്രചരിപ്പിക്കുന്നത് മുഴുവൻ. അതിനെക്കുറിച്ച് ഗഹനമായി പഠിച്ചുകൊണ്ട് ഇന്ത്യൻ ചരിത്രകാരന്മാരായ ആദിത്യ മുഖർജി, മൃദുല മുഖർജി, സുചേത മഹാജൻ തുടങ്ങിയിട്ടുള്ള ചരിത്രകാരന്മാരുടെ ഒരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ദ RSS സ്കൂൾ ടെക്സ്റ്റ് ആൻഡ് ദ മർഡർ ഓഫ് ഗാന്ധി, ദ ഹിന്ദു കമ്മ്യൂണൽ പ്രോജക്റ്റ് എന്നുള്ള പുസ്തകം ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് വിസ്തരിക്കുന്നുണ്ട്. ബിപിൻ ചന്ദ്രയുടെ അവതാരികയാണ് ആ പുസ്തകത്തിനുള്ളത്. ഇപ്പോൾ പ്രൈമറി സെക്കൻഡറി സ്കൂളിൽ തന്നെ വർഗീയത പ്രചരിപ്പിക്കുന്നു. അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് RSS ഇന്ത്യയിൽ അതിവേഗത്തിൽ വളർന്നു വന്നത്. ആദ്യത്തെ സരസ്വതി ശിക്ഷാഭവൻ ആരംഭിക്കുന്നത് 1952. 1977 ആകുമ്പോഴേക്കും വിദ്യാഭാരതി സ്ഥാപനമായിട്ട് അത് മാറി. അന്ന് 500 സ്കൂളുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, 20,000 വിദ്യാർത്ഥികളും. പിന്നീട് 1993-94 ആയപ്പോഴേക്കും പിന്നീട് അതിന് 40,000-ഓളം അധ്യാപകരുണ്ടായി, 12 ലക്ഷം വിദ്യാർത്ഥികളുണ്ടായി, 6,000 സ്കൂളുകളുണ്ടായി ആ കാലഘട്ടത്തിൽ. 93-94 കാലഘട്ടത്തിൽ. 98 ആകുമ്പോഴേക്കും BJP പിന്നീട് അധികാരത്തിൽ വരുന്ന സമയത്ത് 80,000 സ്കൂളുകൾ, 18 ലക്ഷം വിദ്യാർത്ഥികൾ, 14,000 വിദ്യാഭാരതി സ്കൂളുകൾ പിന്നീടുണ്ടായി. ഇപ്പൊ 35 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ തരത്തിലുള്ള 10,000-കണക്കിന് സ്കൂളുകളുള്ള അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള ചരിത്ര ധ്വംസനം നടത്തിയിട്ടുള്ള കരിക്കുലങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ അവരെന്താ പഠിപ്പിക്കുന്നത്? ഹിന്ദുക്കൾ ഒഴികെയുള്ളവർ മുഴുവൻ അപരന്മാരാണ്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിദേശികളാണ്, അവരുടെ ഭൂമിയല്ല ഇത് എന്നൊക്കെയാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അശോകൻ സ്വീകരിച്ച ബുദ്ധമതവും അഹിംസാ സിദ്ധാന്തവും ഉത്തരേന്ത്യൻ രാജ്യത്ത് ഭീരുത്വവുമാണ് പടർത്തിയത്, ബലഹീനതയ്ക്ക് കാരണമായി. അപ്പം അതിനെയൊക്കെ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് ധീരതയുടെ, ആക്രമണത്തിൻ്റെ പാത സ്വീകരിക്കണമെന്നാണ് അവർ പറയുന്നത്. പിന്നീട് അവർ പറയുന്നു ആര്യന്മാരുടെ മഹത്തായ കൃതിയാണ് രാമായണം എന്നാണ് പറയുന്നത്. അതിൽ നിന്നാണ് പിന്നെ ഗ്രീസിൽ പിന്നെ ഹോമറും മറ്റും അതാണത്ര സ്വീകരിച്ചതെന്ന് അവർ പറയുന്നു. ഇതൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ്. രാമായണ കഥയെ, വാൽമീകി എഴുതിയ രാമായണ കഥയെ പരിപൂർണമായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ വാൽമീകിയുടെ രാമനല്ല, RSSന്റെ രാമനെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. അത്രമാത്രം മനുഷ്യന്റെ ചിന്താമണ്ഡലത്തിനെ അവർ യാഥാസ്ഥികത്വത്തിലേക്ക് ആനയിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ഫാസിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ത്യയിൽ ബഹുഭൂരിഭാഗം ആൾക്കാരും ഗഹനമായ വായനയെ പിന്തുടരാത്തവരാണ്. ബഹുഭൂരിഭാഗം വരുന്ന ആൾക്കാർ രാമായണവും വായിച്ചിട്ടില്ല, ഉപനിഷത്തും വായിച്ചിട്ടില്ല, ഭഗവത്ഗീതയും വായിച്ചിട്ടില്ല. RSSകാർ തന്നെ അത് മിക്കവാറും പേര് വായിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഫാസിസ്റ്റ് നേതാക്കന്മാർ, സൈദ്ധാന്തികന്മാർ, അവരുടെ മതാചാര്യന്മാർ അധികാരം നിലനിർത്തുന്നതിന്, സമ്പത്തിനെ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി മൂലധന ശക്തികളുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട്
ഈ ചരിത്രത്തിനെ ധ്വംസിക്കുന്നു, സാംസ്കാരികമായ ഉജ്ജ്വല പൈതൃകങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ കുത്തബ് മീനാർ വിഷ്ണു സ്തംഭമാണെന്ന് വ്യാഖ്യാനിച്ചത്. അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചത് അവരുടെ ഭാഷയിൽ ഉത്തർപ്രദേശിൽ പഠിപ്പിക്കുന്നത് എന്താ? ശ്രീരാമന്റെ മകനായ കുശമഹാരാജാവാണ് അത്ര അയോധ്യ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ശ്രീരാമക്ഷേത്രം തകർത്തത് ബാബറാണെന്ന് അവർ പഠിപ്പിക്കുന്നു. ചരിത്രവുമായിട്ടൊരു പുലബന്ധം പോലുമില്ലാത്ത സാധനങ്ങളെ അവർ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, സാങ്കല്പിക കഥകളും കഥകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർ സന്നിവേശിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ ഈയിടെ തന്നെ പറഞ്ഞൊരു കേന്ദ്രമന്ത്രി പോയി പറഞ്ഞൊരു സ്കൂളുകളിൽ ലോകത്തിലെ പ്രപഞ്ചത്തിന് ആദ്യമായിട്ട് എന്താ പറയുക ശൂന്യാകാശത്തേക്ക് പോയത്, ചന്ദ്രനിലേക്കൊക്കെ പോയത് ഹനുമാനാണ് എന്നുള്ളതാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഈ 2025 പറഞ്ഞ കാര്യമാണ്. ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞത് ഗണപതിക്കാണെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവിടെ. ശാസ്ത്ര മേഖലകളിൽ തന്നെ അതിഭയാനകമായ ശാസ്ത്രവിരുദ്ധതയും അന്ധവിശ്വാസവും പടർന്നു വന്നിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകൾ, നുണകളുടെ ഫാക്ടറികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഫാക്ടറികൾ, നുണകളുടെ ഉൽപാദനത്തിലൂടെ മാത്രമേ ചരിത്രത്തിനെ, അവർക്ക് വേണ്ട ചരിത്രത്തിനെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഇന്ത്യൻ ചരിത്രത്തിലെ മായ്ക്കലും അപ്രത്യക്ഷമാക്കുന്നതും ഒരു ആപേക്ഷികമായിട്ടുള്ളൊരു പ്രശ്നമല്ല, അതൊരു ആകസ്മികമായിട്ടുള്ള പ്രശ്നമല്ല. ഇത് സമകാലിക സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ മനഃപൂർവമായും അവരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ടുള്ള അപരവത്കരണം തന്നെയാണ് നടത്തുന്നത്. പൗരന്മാരെ മതപരമായും വിശ്വാസപരമായും രണ്ടു തട്ടിൽ തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിൻ്റെ അതിൻ്റെ ശാസ്ത്രീയപരമായ സങ്കേതങ്ങളിൽ നിന്നും അടർത്തി മാറ്റിയിട്ട് ഒരുതരം മത്സര സ്വഭാവത്തിൻ്റെ നുണകളുടെ ഫാക്ടറിയാക്കി മാറ്റിയിരിക്കുന്നു. ബഹുസ്വരത അല്ലെങ്കിൽ വിയോജിപ്പ്, ബദൽ ശാസ്ത്രങ്ങൾ, ചോദ്യം ചെയ്യാനുള്ള ശക്തി എന്നിവയിൽ നിന്ന് ശുദ്ധീകരിക്കേണ്ട ഒരു പ്രദേശമായി ചരിത്ര പഠനത്തിനെയും ഗവേഷണത്തിനെയും കണക്കാക്കുന്ന ഒരു 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 മേഖലയാക്കി അതിനെ മാറ്റി. ബഹുസ്വരത വേണ്ട, ശുദ്ധീകരണം വേണ്ട, ബദൽ ശബ്ദങ്ങൾ വേണ്ട, ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ആ ബഹുസ്വരതയിൽ നിന്നും ബദൽ ശബ്ദങ്ങളിൽ നിന്നും വിയോജിപ്പുകളെയൊക്കെ ശുദ്ധീകരിക്കുക, അതിനെ ഇല്ലായ്മ ചെയ്യുക. എന്നിട്ട് അത്തരത്തിലുള്ള ഒരു രാജ്യമാക്കി ഇതിനെ മാറ്റുക. ഏകാത്മകതാവാദം മാത്രം മതി. ഭൂരിപക്ഷത്തിൻ്റെ ഏകീകൃത പ്രത്യയശാസ്ത്ര വിവരണത്തെ ചെറുക്കുന്ന ചരിത്ര ഓർമ്മകളെ മുഴുവൻ അവർ ഇല്ലായ്മ ചെയ്യും. ചരിത്രത്തെ ഇത്രമാത്രം അധികാര വ്യവസ്ഥതയുടെ ഒരു ഉപകരണമാക്കിയ സന്ദർഭം ഇതിനു മുൻപ് ഇന്ത്യയിൽ സംജാതമായിട്ടില്ല. ചരിത്രത്തിൻ്റെ ഈ അപ്രത്യക്ഷമാക്കൽ പ്രക്രിയ ചരിത്രാന്വേഷണത്തിൻ്റെ അടിത്തറകൾക്കെതിരായ ആഴത്തിലുള്ള ജ്ഞാനശാസ്ത്രപരമായ അക്രമമാണ്. ഹിന്ദുത്വ രാഷ്ട്രീയം ആർക്കൈവുകളെ നിഷേധിച്ച് സാങ്കല്പിക കഥകളും ആഖ്യാനങ്ങളും ആധാരമാക്കി ചരിത്രത്തെയും ചരിത്ര വിദ്യാഭ്യാസത്തെയും തകിടം മറിച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ഖ്യാതിയെ ഇല്ലാതെയാക്കുന്നു. വംശീയ വിദ്വേഷ വികാരത്തിൽ വേരൂന്നിയ പുനർനിർമ്മാണങ്ങൾക്ക് അനുകൂലമായ ചരിത്രത്തിനെ അവർ പുനർവിഭാവനം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ചരിത്ര പഠനത്തിനെ വക്രീകരിക്കുന്നു. ഇത് ബ്രിട്ടീഷുകാരൻ ആദ്യം തുടങ്ങിയിട്ടുണ്ട്. ജെയിംസ് മിൽ എന്ന് പറയുന്ന ആള് ബ്രിട്ടീഷ് ചരിത്രകാരൻ, സ്കോട്ടിഷ് ചരിത്രകാരൻ, ഹിന്ദു ഇന്ത്യ, മുസ്ലിം ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ള ആദ്യ ചരിത്ര പുസ്തകം എഴുതിയപ്പോൾ അന്ന് തുടങ്ങിയിട്ടാണ് ആധുനിക ഇന്ത്യയിൽ ഇന്ത്യയുടെ ഈ വിഭാഗീയവൽക്കരണം. അപ്പൊ ഇതെല്ലാം അന്ന് മുതൽക്ക് ഇന്നേ വരെ ഇപ്പൊ കൂടുതൽ സംഘടിത ശക്തിയോടുകൂടി ഇവർ ചെയ്തിരിക്കുക. ഈ പറയുന്ന കാര്യങ്ങളാണ് NCERT സിലബസിലൂടെ ഈ രാജ്യത്ത് മുഴുവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ഭയാനകമായിരിക്കും അത്, എത്രമാത്രം ആക്രമണാസക്തമായിരിക്കും അത്. രാജ്യത്തിന്റെ ഭാവി തലമുറയുടെ മസ്തിഷ്കത്തിനെ മുഴുവൻ അവർ പ്രക്ഷാളനം ചെയ്യില്ലേ. PM ശ്രീ പദ്ധതികൾ വന്നാലുള്ള അപകടങ്ങൾ സ്റ്റേറ്റ് സിലബസ് ക്രമേണ അപ്രത്യക്ഷമാകും. ഇതുവരെ സ്റ്റേറ്റ് സിലബസ് ആണ് എല്ലാം നിയന്ത്രിച്ചിരുന്നത്. ഇത് വന്നാൽ സ്കൂളുകളിൽ പലയിടത്തും അൺഎയ്ഡഡ് സംസ്കാരം വളർന്നു വരും. ആ അൺഎയ്ഡഡ് സംസ്കാരത്തിൻ്റെ വളർച്ച ഉണ്ടാകുന്നതിൻ്റെ പരിണിത ഫലമായിട്ട് പുറത്തു നിന്നുള്ള NCERT സിലബസിൻ്റെ കടന്നാക്രമണം കടന്നു വരും. പലതരത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമൊക്കെ ഇതിൽ ഉണ്ടെങ്കിലും ഓരോ വർഷം കഴിയും തോറും ഓരോ കുട്ടികൾക്കും തങ്ങൾ പഠിക്കുന്ന പാഠ്യ കോഴ്സുകളിൽ നിന്ന് പുറത്തു പോകാം. ഒരു വർഷം കഴിഞ്ഞ് ഒരു ഡിഗ്രി വിദ്യാർത്ഥി പഠനം നിർത്തി പുറത്തു പോവുകയാണെങ്കിൽ 1 വർഷത്തെ സർട്ടിഫിക്കറ്റ് കൊടുക്കും, 2 വർഷം കഴിഞ്ഞാൽ 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് കൊടുക്കും, അങ്ങനെ 3 എണ്ണം കഴിഞ്ഞാൽ 3, 4 വർഷം കഴിഞ്ഞാൽ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും ഈ പദ്ധതിയിലൂടെ. അങ്ങനെയാണ് ഇതൊക്കെ ആ ഒരു പ്ലാൻ ചെയ്യുന്നത്. നാഷണൽ കരിക്കുലം തിട്ടപ്പെടുത്തുന്നതിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം സമഗ്രമായിട്ട് വന്നു കഴിഞ്ഞു.
അപ്പോൾ അത്തരത്തിൽ അവരുടെ സഹായത്തോടുകൂടി ഈ PM ശ്രീ പദ്ധതി, അവരുടെ പദ്ധതി നടപ്പിലാക്കപ്പെടുമ്പോൾ നമുക്ക് SSK ഫണ്ടിൽ നിന്നും കിട്ടാനുള്ള ഫണ്ട് കിട്ടാത്തതിൻ്റെ മൂലം അത് നടപ്പിലാക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന രാഷ്ട്രീയമായ സാമൂഹികമായ അപകടാവസ്ഥ അചിന്തനീയമാണ്. അത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യൻ ചരിത്രത്തിനെ, ഇന്ത്യൻ മാനവികതയെ, ഇന്ത്യൻ ബഹുസ്വരതയെ, ഇന്ത്യൻ ഉജ്ജ്വലമായ ദാർശനിക പാരമ്പര്യത്തിനെയൊക്കെ നിഷേധിക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ RSSന്റെ പാഠ്യപദ്ധതികളെ, RSSന്റെ ചിന്താരീതികളെ എതിർത്തേ മതിയാകും. ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ, കേരളത്തിലും ഇപ്പോഴും തന്നെ ഒരുപാട് ഭൗതിക സാഹചര്യങ്ങൾ പല സ്കൂളുകൾക്കുമുണ്ട്. ഇവിടെ 1,50,00,000 കൊണ്ട് മാത്രം അത് 2 കോടി 3 കോടിയും 5 കോടിയും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട മഹത്തായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ട്. കിഫ്ബി മുഖേനയുള്ള സഹായത്തിന്റെ വഴി കേരളം അതിന് മാതൃകാ സംസ്ഥാനമാണ്. 1957 മുതൽ കേരളത്തിൽ ആവിഷ്കരിച്ച വിദ്യാഭ്യാസത്തിൽ ഇതിൻ്റെ രാഷ്ട്രീയ അടിത്തറ വളരെയധികം സുശക്തമാണ്. ഈ കേരളത്തിൻ്റെ സാമൂഹിക മേഖലയിൽ വിദ്യാഭ്യാസവും പാർപ്പിടവും അല്ലെങ്കിൽ ആരോഗ്യവും ഒക്കെ വളരെയധികം, ആ രംഗങ്ങളൊക്കെ സമ്പന്നമാണ്. അതിൻ്റെ അടിത്തറ ശക്തമാണ്. അപ്പം അത്തരത്തിലുള്ള അടിത്തറയുടെ മേൽ അവരുടെ ആ അടിത്തറയുടെ അടിക്കല്ലിളക്കുക എന്നുള്ളതാണ് ഫാസിസ്റ്റുകളുടെ നയം. അപ്പോൾ ഈ ഫാസിസ്റ്റ് ചിന്താഗതികൾക്ക് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അതിനൊരു സ്കോപ്പുമില്ല. നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം, ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത്, നടന്നതിന് ശേഷം പല ചരിത്രകാരന്മാരും പല വിദ്യാഭ്യാസ വിചക്ഷകന്മാരും ഒക്കെ പറഞ്ഞത്, നിരന്തരമായി ഗുജറാത്തിൽ നിലനിന്ന് വരുന്ന പാഠ്യപുസ്തക പദ്ധതിയിലൂടെ, പഠനത്തിലൂടെയാണ് അവിടെ അപരവിദ്വേഷം വളർന്നതും പകയും വഞ്ചനയും മനുഷ്യന്മാരുടെ സ്വഭാവമായിട്ട് മാറിയതും. അപ്പൊ പാഠപുസ്തകങ്ങൾ അത്തരത്തിലുള്ള വികാരം വളർത്തുകയില്ല എന്നുള്ളതിന് യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല. മനുഷ്യനെ വെറുപ്പുൽപാദിപ്പിക്കുന്ന ഒരു യന്ത്രമാക്കി മനുഷ്യനെ മാറ്റും. നുണകളുടെ ഫാക്ടറിയാക്കി സമൂഹത്തിനെ മാറ്റും. അതുകൊണ്ട് തന്നെ ഈ നുണകളുടെ ഫാക്ടറി അല്ലാതിരിക്കാൻ, സത്യത്തിനെ സത്യമായിട്ട് മുറുകെ പിടിക്കാനുള്ള വലിയൊരു പോരാട്ടമാണ് ഈ കാലം ആവശ്യപ്പെടുന്നത്. ഇന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ പല മേഖലകളിലും, ഇന്ത്യയിലും ഇപ്പോൾ കേരളത്തിലടക്കം പല മേഖലകളിലും, സാമൂഹികമായ മേഖലയിൽ സാമുദായിക ശക്തികളുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അന്ധവിശ്വാസങ്ങളിലും മന്ത്രവാദത്തിലും ദുർമന്ത്രവാദത്തിലും യുക്തിരഹിത ചിന്തകളിലും വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങളുടെ എണ്ണം കേരളത്തിൽ കൂടി വരുന്നു. ഇതൊക്കെ ഒരു മതേതര സ്വഭാവമുള്ള നവോത്ഥാന ചിന്തകളുടെ ആശയങ്ങൾ ആഴത്തിലിറങ്ങിയ കേരളത്തിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഗഹനമായ സ്വാധീനമുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള സാമുദായിക ചിന്തകളും അന്ധവിശ്വാസങ്ങളും യുക്തിരഹിത ചിന്തകളും അനന്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ കൂടുതൽ ശക്തിയോടുകൂടി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കടമ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും യുക്തിരഹിത ചിന്തകളെയും നിരാകരിച്ചുകൊണ്ട് ശാസ്ത്രീയമായ ചിന്തകളെ, യുക്തിപരമായ ചിന്തകളെക്ക് വേണ്ടി പോരാടുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ട് സംഘപരിവാർ ഉദ്ദേശിക്കുന്നത് തന്നെ കമേഴ്ഷ്യലൈസേഷൻ, സെൻട്രലൈസേഷൻ, കമ്മ്യൂണലൈസേഷൻ. വിദ്യാഭ്യാസത്തിനെ വാണിജ്യവൽക്കരിക്കുക, വിദ്യാഭ്യാസത്തിനെ വർഗീയവൽക്കരിക്കുക, വിദ്യാഭ്യാസത്തിനെ കേന്ദ്രീകൃത അധീനതയിൽ കൊണ്ടുവരിക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രം മുഴുവൻ ഇത്തരത്തിലുള്ള ഈ വർഗീയവത്കരണവും കേന്ദ്രീകൃത സ്വഭാവത്തിലുള്ള സിലബസുകളും ഇതിനെയെല്ലാം മൂലധന ശക്തികൾക്ക് വിദ്യാഭ്യാസത്തിനെ കച്ചവടം ചെയ്യുകയും അവർ പറയുന്നതിനനുസരിച്ചുള്ള പാഠ്യപദ്ധതികൾ വരികയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊക്കെ ഗഹനമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനെതിരായിട്ടുള്ള സുശക്തമായ നിലപാടെടുക്കുന്നത്. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും പാർട്ടി കോൺഗ്രസ് ദേശീയ വിദ്യാഭ്യാസ RSS രൂപീകരിച്ച ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സുധീരമായ കടമ ഈ പറയുന്ന ഈ വാണിജ്യവൽക്കരണത്തിനെതിരായി, കേന്ദ്രീകരണ ആധിപത്യത്തിനെതിരായി, വർഗീയവൽക്കരണത്തിനെതിരായി അതൊക്കെ അടങ്ങിയിരിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതിലൂടെ കടന്നു വരുന്ന NCERT കരിക്കുലത്തിനെതിരെ പോരാടുക എന്നുള്ളതാണ്. രാഷ്ട്രമെന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിത്രമാണ്, അതിൻ്റെ സാംസ്കാരിക പൈതൃകമാണ്. ഇന്ത്യ ചരിത്രത്തിൻ്റെ സുവർണമായ ഏടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇന്ത്യയിൽ കണ്ടുപിടിച്ചിട്ടുള്ള അതിപ്രഗത്ഭമായ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ, ഇന്ത്യ ജന്മം നൽകിയ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞർ CV രാമൻ, ജഗദീഷ് ചന്ദ്രബോസ് തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ, ഡോക്ടർ APJ അബ്ദുൽ കലാം തുടങ്ങിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും അവരെ ശാസ്ത്രീയ ചിന്തകളുമൊക്കെ പിറന്നിട്ടുള്ള നാടാണിത്. ഇവിടെ കപില മഹർഷിയും കണാദ മഹർഷിയുടെയും സിദ്ധാന്തങ്ങൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജന്മമെടുത്തതാണ്. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം മനുഷ്യനാണെന്ന് പറഞ്ഞ കപിലന്റെ നാടാണെന്ന്.
വിവേകാനന്ദ സ്വാമികളുടെ ബഹുസ്വരത ഈ രാജ്യത്തിനറിയാം. ശ്രീനാരായണ ഗുരുദേവൻ ഈ പറഞ്ഞിട്ടുള്ള രാജ്യത്തിലെ മനുഷ്യനെ കുറിച്ചാണ് പ്രാധാന്യം നൽകിയത്. ഹിന്ദുമതം ഒരു മതമേ അല്ല എന്നാണ് വിവേകാനന്ദ സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞത്. മഹാത്മാഗാന്ധി ചേർത്ത് പിടിച്ചത് മാനവികതയാണ്. ദേശീയത എന്നുള്ള ആ സങ്കല്പത്തിന് പ്രാധാന്യം കൊടുക്കാതെ, അത് അമിത പ്രാധാന്യം കൊടുക്കാതെ മാനവികതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനനും എല്ലാം മനുഷ്യന്മാരാണെന്ന് ഉദ്ഘോഷിച്ചിട്ടുള്ള നവോത്ഥാന നായകന്മാരുടെയും രാഷ്ട്രപിതാവിൻ്റെയും നാടാണിത്. സയന്റിഫിക് ടെമ്പർ എന്നുള്ള വാക്ക് നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ജീവിതശൈലിയിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ നാടാണിത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടക്കം മുതൽ ഇന്നേ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മതേതരത്വത്തിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. രാഷ്ട്രത്തിൽ സമത്വബോധം വളർത്തുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള കടമ. ആ സമത്വബോധം വളർത്തണമെങ്കിൽ സാമൂഹിക അസമത്വത്തിനെതിരെ, സാമ്പത്തിക അസമത്വത്തിനെതിരെയുള്ള പോരാട്ടം ഗംഭീരമായി നിർവഹിച്ചേ പറ്റൂ. ഈ പ്രസ്ഥാനം പഴയ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങൾ, ഭൂജന്മിത്വത്തിനെതിരായ സമരങ്ങൾ, നാടുവാഴിത്തത്തിനെതിരായ സമരങ്ങൾ, വർഗീയവാദത്തിനെതിരായിട്ടുള്ള സമരങ്ങളൊക്കെ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അധ്യായങ്ങളിലെ സുവർണ ഏടുകളാണ്. ദേശീയ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും നടത്തിയിട്ടുള്ള അതിശക്തമായ സമരത്തിൻ്റെ, സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ രണഭേരികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ പോരാട്ടങ്ങളിൽ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും പടർന്നു പന്തലിച്ചിട്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് വിട പറയേണ്ടി വന്നത്. ഇതൊക്കെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചില അപഭ്രംശങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്, പല സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടും ഉണ്ടാകാം എന്നിരിക്കലും ഈ രാജ്യത്തിൻ്റെ കോടിക്കണക്കിന് വരുന്ന ജനവിഭാഗങ്ങൾ പടവുരുതിയത് മനുഷ്യമൈത്രിക്ക് വേണ്ടിയിട്ടാണ്, മതസാഹോദര്യത്തിന് വേണ്ടിയിട്ടാണ്, രാഷ്ട്രത്തിനെ ഒറ്റക്കെട്ടായി നിലനിർത്താനാണ്. അതിൻ്റെ കടക്കൽ കത്തിവെക്കുക എന്നുള്ള പ്രത്യയശാസ്ത്രമാണ് 925 രൂപീകൃതമായിട്ടുള്ള RSS അന്നു മുതൽ ഇന്നേ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ എല്ലാ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനെയും ദുർവ്യാഖ്യാനിക്കുന്ന. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യം അരങ്ങേറിയപ്പോൾ റാണി ലക്ഷ്മിബായ് നടത്തിയ പോരാട്ടത്തിനോടൊപ്പം തന്നെ ബീഗം ഹസരത് ബായ് എന്ന് പറയുന്ന മുസ്ലിം ധീര വനിതയാണ് അന്നത്തെ ബ്രിട്ടീഷ് ആർമിയുടെ ജനറലായ വില്യം റോക്സിനെ വെടിവെച്ച് കൊന്നത്. ഇതൊന്നും ഇന്ത്യ ചരിത്രത്തെ അവർ പഠിപ്പിക്കുന്നില്ല. ടിപ്പു സുൽത്താനാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വെടിയുണ്ട ഏറ്റുമരിച്ച ആദ്യത്തെ ഭരണാധികാരി. ഇതവർ പഠിപ്പിക്കുന്നില്ല. ടിപ്പു സുൽത്താനെ പഠിപ്പിക്കരുതെന്നാണ് പറയുന്നത്, ഹൈദരാലിയെ പഠിപ്പിക്കരുതെന്നാണ് പറയുന്നത്. പഴയ മുസ്ലിം ഭരണ കാലഘട്ടത്തിനെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുക, മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക, ക്രൈസ്തവരെ അപരവൽക്കരിക്കുക, അതൊക്കെയല്ലേ ഇന്ത്യയിൽ നടക്കുന്നത്. എത്രയെത്ര പള്ളികൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നു, എന്തെല്ലാം ചരിത്ര ധ്വംസനങ്ങളും ചരിത്ര പ്രക്രിയകളും അവർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പ്രശ്നമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നവരെ ജയിലിലടയ്ക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവൻ കവർന്നെടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മാനസിക അവബോധം, ഒരു തരത്തിലുള്ള വെറുപ്പിന്റെ ചിന്താഗതി, ഒരു തരത്തിലുള്ള വിദ്വേഷത്തിന്റെ ചിന്താഗതി നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകാനുള്ള കാരണം ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനിക്കപ്പെട്ട ചരിത്ര പഠനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ നയത്തിലൂടെ, ഇവരുടെ വിദ്യാഭ്യാസ നയത്തിലൂടെ വരുന്ന പൊളിറ്റിക്കൽ കരിക്കുലത്തിനെതിരായിട്ട് പോരാടിയേ പറ്റൂ. അത് മറ്റാരേക്കാൾ അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു ഫണ്ട് കിട്ടുക എന്നുള്ളതല്ല ലക്ഷ്യം. ഈ രാഷ്ട്രത്തിൻ്റെ പ്രത്യയശാസ്ത്ര മനോഭാവം എന്ന് വെച്ചാൽ കാലഘട്ടങ്ങൾക്ക് മുമ്പ്, ഉപനിഷത്ത് കാലഘട്ടം മുതൽക്ക് ഇന്നേ വരെ തുടങ്ങിയിട്ടുള്ള ബഹുസ്വരതയുടെ, വൈവിധ്യത്തിൻ്റെ, വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ, വ്യത്യസ്ത ചർച്ചകളുടെ, വ്യത്യസ്ത ദർശനങ്ങളുടെ, അഹിംസയുടെ, സമാധാനത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, സാമൂഹിക സമത്വത്തിൻ്റെ, സാമ്പത്തിക സമത്വത്തിൻ്റെ ഉജ്ജ്വലമായ ദർശനങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ്. ബ്രാഹ്മണ്യത്തിനെതിരായ പോരാട്ടമാണ് ഇന്ത്യയിലെ പുരോഗമനവാദികൾ എപ്പോഴും ചെയ്തിട്ടുള്ളത്. സംഘപരിവാറാണെങ്കിൽ ബ്രാഹ്മണ്യം പുനഃസ്ഥാപിക്കാനും അതിനെ അരക്കെട്ടുറപ്പിക്കുവാനും വേണ്ടിയാണ് എപ്പോഴും നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ബ്രാഹ്മണ്യവൽക്കരണത്തിലൂടെ മതപൗരോഹിത്യത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പം അതിനനുസരിച്ചിട്ടുള്ള സിലബസുകൾ അവർ വിദ്യാലയങ്ങളിലേക്ക് കടത്തിവിടും. വിദ്യാലയങ്ങളിലുള്ളിൽ ജാതിയും മതത്തിൻ്റെയും വിഭാഗീയത ചിന്തകൾ അവർ പടർന്ന് പ്രചരിപ്പിക്കും. ഇതൊക്കെയാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ പെട്ടെന്ന് ഈ സംഘപരിവാർ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഈ ചരിത്ര ധ്വംസനത്തിന് അനുകൂലമാണ്. ഒരു ചരിത്രം പഠിക്കുമ്പോൾ, ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ആ വിഷയത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഗ്രന്ഥകാരന്മാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുക. ചരിത്ര പഠനം എപ്പോഴും വസ്തുനിഷ്ഠമാകണം, സത്യസന്ധമാകണം.
History cannot be fabricated in a very prejudiced way or in a wrong way. ചരിത്രകാരൻ എപ്പോഴും സത്യസന്ധമായ സമീപനത്തിലൂടെ പോകുമ്പോൾ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ പറയുമ്പോൾ അവർക്കത് ഇഷ്ടമല്ല. മഹാത്മാഗാന്ധിയെ കൊന്നത് ഇന്ന ആളാണെന്ന് പറയാൻ പോലും, നെതുറാം ഗോഡ്സെയാണ് വെടികൊണ്ട് എതിർത്ത് കൊന്നതെന്ന് പറയാൻ പോലും അവർ മടിക്കുന്നു. അപ്പൊ അത്ര ബീഭത്സമായിട്ടുള്ള പട്ടാപ്പകൽ ഇന്ത്യൻ ചരിത്രത്തിനെ ധ്വംസിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭയാനകമായിട്ടുള്ള വിശേഷമാണ്. ഇത് പണ്ട് ഹിറ്റ്ലർ ചെയ്തിട്ടുണ്ട് ബെർലിനിൽ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുൻപ് തന്നെ ഗീബൽസിനോട് ഹിറ്റ്ലർ പറയുന്നുണ്ട്, ബെർലിനിലെയും ബോണിലെയും മ്യൂണിച്ച് പട്ടണത്തിലെയും എല്ലാ ലൈബ്രറികളും അഗ്നിക്കിരയാക്കുക എന്ന് പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ സംഘടിച്ച് മാർച്ച് ചെയ്തുകൊണ്ട് പല ഗ്രന്ഥശാലകളും അവർ നശിപ്പിക്കുന്നുണ്ട്. ഗീബൽസ് തന്നെ ബെർലിനിലെ ഓപ്പൺ ബ്ലാറ്റിസ് ഗ്രന്ഥശാലയിൽ പോയി അവിടുത്തെ 3 ലക്ഷത്തോളം വരുന്ന പുസ്തകങ്ങൾ മുറ്റത്തേക്ക് വലിച്ചിട്ട് അഗ്നിക്കിരയാക്കുന്നുണ്ട് ഹിറ്റ്ലറുടെ നിർദ്ദേശപ്രകാരം. എന്നിട്ട് ഗീബൽസ് ആ നട്ടുച്ചയ്ക്ക് അവിടെ പ്രസംഗിക്കുന്നുണ്ട്, ഇതാ ഞാൻ ജർമ്മനിയിലെ ബുദ്ധിജീവികളുടെ ബുദ്ധിയെ നശിപ്പിച്ചിരിക്കുന്നു, പുസ്തകങ്ങൾ അഗ്നിക്കിരയാക്കി. പക്ഷെ തെറ്റിയ ഗീബൽസിനും ഹിറ്റ്ലറിനും പിന്നെയും പുസ്തകങ്ങൾ വന്നു, പിന്നെയും ചിന്തകൾ പ്രചരിപ്പിച്ചു. അങ്ങനെ ചിന്തകളുടെ പ്രവാഹം കൊണ്ട് ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പോരാട്ടത്തിന്റെ രീതിയിലൂടെ നടന്ന മാനവരാശിയുടെ മുന്നേറ്റത്തിനുള്ള ചാലകശക്തിയായിട്ട് മാറി. ഇന്നും അത് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതേ ലോകത്തിൽ ഇപ്പോൾ വലതുപക്ഷ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെ എണ്ണം കൂടി വരുന്നു. മനുഷ്യവിരുദ്ധ നയങ്ങൾ വ്യാപരിക്കപ്പെടുന്നു. സാഹോദര്യവും സമത്വവും സ്വാതന്ത്ര്യവും ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും എന്നുള്ള ഏറ്റവും ഉജ്ജ്വലമായ 3 ദർശനങ്ങൾ ഇന്ത്യയിൽ ഭരണഘടനയിൽ വിഭാവനം ചെയ്ത ഭരണഘടനാ ശില്പികൾ അംബേദ്കർ അടക്കമുള്ളവർ ആ 3 ദർശനങ്ങളും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ ഇപ്പോഴും ഇല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ കടമ, മനുഷ്യൻ എന്നുള്ള രീതിയിൽ കടമ, മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കലാണ്. ഈ ചരിത്രദംശനത്തിലൂടെ അവർ ചെയ്യുന്നത് ജനാധിപത്യത്തിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മനുഷ്യന്റെ അഭിമാനത്തിനെ, മനുഷ്യനെ മനുഷ്യൻ എന്ന രീതിയിൽ ചിന്തിക്കാൻ അനുവദിക്കാതെ അവർ മുന്നോട്ട് ഗമിപ്പിക്കണമെന്നാണ് അവരുടെ ചിന്ത. മനുഷ്യന്റെ അന്തസ്സിനെ കുറിച്ച് ഓർക്കരുത്, മനുഷ്യന്റെ ഡിഗ്നിറ്റിയെ കുറിച്ച് ഓർക്കരുത്, മനുഷ്യന്റെ ഇന്റഗ്രിറ്റിയെ കുറിച്ച് ഓർക്കരുത്. അവൻ ആത്മാഭിമാനമില്ലാത്ത, അടിമ മനോഭാവമുള്ള, ദാസ്യമനോഭാവമുള്ള ഒരു ജനതയാക്കി മാറ്റണമെന്നാണ് ബ്രാഹ്മണ്യത്തിന്റെ കാഴ്ചപ്പാട്. ചോദ്യം ചെയ്യപ്പെടാൻ ശക്തിയില്ലാത്ത ജനതയാകണം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ ശക്തിയില്ലാത്ത ജനതയാകണം, ചിന്തിക്കാൻ ശക്തിയില്ലാത്ത ജനതയാകണം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാനാണ് ഇവരെപ്പോഴും വെമ്പൽ കൊള്ളുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട്. ആ ഒരു പ്രാകൃത നയത്തിനെതിരായി മനുഷ്യൻ എന്ന ബോധം ഉൾക്കൊണ്ടുകൊണ്ട്, മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും സുന്ദരമായ പ്രതിഭാസം എന്ന് പറഞ്ഞിട്ടുള്ള കറൽ മാർക്സിന്റെ വചനത്തിനെ ഓർമ്മിച്ചുകൊണ്ട്, മനുഷ്യനെ സ്നേഹിച്ച ഗാന്ധിയെ ഓർമ്മിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിൽ അണിചേരണം. ഈ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ, സംഘപരിവാറിന്റെ സ്കൂളിലെ വിദ്യാലയങ്ങളിലെ പാഠ്യപദ്ധതികൾക്കെതിരെ. അതാണ് മനുഷ്യരാശിയെ സ്നേഹിക്കുന്ന മതേതര ജനാധിപത്യ സ്വഭാവമുള്ള ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ ഓരോ കർമ്മധീരരായിട്ടുള്ള ഭടന്മാരുടെയും കടമ. ആ കടമയാണ് ഇന്ത്യയെ നിലനിർത്തുക. ആ കടമയാണ് ഈ രാഷ്ട്രത്തിന്റെ ഉത്കൃഷ്ടമായിട്ടുള്ള വൈവിധ്യങ്ങളെയും ബഹുസ്വരതകളെയും ഈ രാജ്യത്ത് നിലനിർത്തിക്കൊണ്ട് മനുഷ്യന് സമാധാനവും സ്വാതന്ത്ര്യവും സമത്വബോധവും തരിക എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നേറണം. കാരണം മനുഷ്യൻ എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള പ്രതിഭാസമാണ്. ആ മനുഷ്യന്റെ സർഗശേഷി, ആ മനുഷ്യന്റെ സർഗാത്മകത, ആ മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള അനന്യമായിട്ടുള്ള പ്രതിഭാ സവിശേഷതയെയും പ്രവഹിപ്പിക്കുവാനാണ് മനുഷ്യ ജീവിതം, അല്ലാതെ സങ്കുചിതമായി ചിന്തിക്കാനല്ല. നാരോ മൈൻഡഡ് വാൾസ് ആയിട്ട് മനുഷ്യ മനസ്സിനെ മാറ്റാനല്ല. We should hold our head high and walk without fear എന്ന് മഹാകവി ടാഗോർ പറഞ്ഞില്ലേ? ഭയമില്ലാതെ തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ ഉള്ള ആയുധ കവചങ്ങളാണ് മാർക്സിസവും ഇന്ത്യയിൽ ഗാന്ധിസവും എല്ലാം. അതുകൊണ്ട് ഈ സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രത്തിന് അടിമപ്പെടുന്ന, സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള പൈതൃകങ്ങളെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളെ ഒരിക്കലും നമ്മൾ സൃഷ്ടിക്കാൻ പാടില്ല. അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക മേഖലയിലും സാമ്പത്തിക മേഖലയിലൊക്കെ നടത്തേണ്ടത്. മൂലധന ശക്തികളും ഫാസിസ്റ്റുകളും തമ്മിൽ കൈകോർക്കുന്ന ഈ ഭീകരമായിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ ഈ അതിസങ്കീർണമായിട്ടുള്ള അപകടകരമായ സന്നിഗ്ധാവസ്ഥയിൽ ആ ഭയാനകമായ അപകടത്തിനെ അതിജീവിക്കാനുള്ള ഏക പോംവഴി
മഹാമനുഷ്യ മുന്നണി പടുത്തുയർത്തുക എന്നുള്ളതാണ്. ആ മനുഷ്യന്മാരുടെ മഹാമുന്നണിയെ ഉജ്ജ്വലമായ ബോധത്തോടുകൂടി, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ബോധത്തോടുകൂടി പടുത്തുയർത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും വിജയമാണ്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ കടമ, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കടമ. ആ കടമയിൽ വിശ്വസിച്ചിട്ട് മുന്നേറുക.